ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല 22/8/2024 അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ടുകൾ വൈകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇത്തവണ റിസൾട്ടുകൾ ഡിലേ ആണ്. മറ്റേത് ഒരു റിസൾട്ട് വന്നു തുടങ്ങിയ ഒരു 3-4 ഡേയ്സിനുള്ളിൽ ഫുൾ റിസൾട്ടുകളും പബ്ലിഷ് ചെയ്യുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല ഡിലേ കാണുന്നുണ്ട്. റീസൺ നമുക്കറിയില്ല. എന്തായാലും ഹോപ്പ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബാക്കി എല്ലാ റിസൾട്ടുകളും പബ്ലിഷ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. പിന്നെ റീവാലുവേഷൻ നിലവിൽ വന്നിട്ടുള്ള റിസൾട്ടുകൾ റീവാലുവേഷൻ്റെ ചോദിക്കുന്നുണ്ട് ഡേറ്റും കാര്യങ്ങളും. അപ്പോൾ ഡെയിലി നിങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പ്രസ് റിലീസ് അപ്ഡേറ്റ് ചെക്ക് ചെയ്യുക. ഒരു പ്രസ് റിലീസ് അപ്ഡേറ്റിനകത്താണ് റീവാലുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി നമ്മളിടുന്ന കേരള യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. സോ ഇന്ന് പ്രസ് റിലീസിലേക്ക് പോവാം. 4ാം സെമസ്റ്റർ BMS ഹോട്ടൽ മാനേജ്മെൻറ്റ് ജൂലൈ 2024 ഡിഗ്രി പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷ സെപ്റ്റംബർ 4 മുതൽ ആരംഭിക്കുന്നതാണ്. ഫെബ്രുവരി മാസം നടത്തിയ 3ാം സെമസ്റ്റർ MA ഫിലോസഫി റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനി 2021-22 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് SLCM പോർട്ടൽ മുഖേനയും 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റി എക്സാം ആ ഒരു സൈറ്റ് മുഖേനയും സെപ്റ്റംബർ 2 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഫെബ്രുവരി മാസം നടത്തിയ 3ാം സെമസ്റ്റർ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 2022 അഡ്മിഷൻ റെഗുലർ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ മുഖേന സെപ്റ്റംബർ 2 വരെ അപ്ലൈ ചെയ്യാം. 4ാം സെമസ്റ്റർ CBC SS BA മ്യൂസിക് പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷകളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ഇനി 1ാം വർഷ BEd പ്രവേശനവുമായി റിലേറ്റ് ചെയ്ത് ഗവ എയ്ഡഡ് സ്വാശ്രയ KUCT കോളേജുകളിൽ കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 27 നടക്കുന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത്. നിലവിൽ കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ BEd കോഴ്സുകളിൽ അഡ്മിഷനുള്ള വിദ്യാർത്ഥികളെ പ്രസ്തുത സ്പോട്ട് അഡ്മിഷനിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. മാനേജ്മെൻറ്റ് അഡ്മിഷൻ ഉൾപ്പെടെ നിലവിൽ കേരള സർവകലാശാലയിൽ BEd കോഴ്സിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ളവരെ പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇതുവരെ അപേക്ഷ നൽകാത്തവരെയും സ്പോട്ടിൽ പരിഗണിക്കുന്നത്. EWS വിഭാഗത്തിലുള്ള ഒഴിവുകൾ പ്രസ്തുത വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ മാത്രമാണ് പരിഗണിക്കുന്നത്. EWS വിഭാഗത്തിൽ ഒഴിവുള്ള വിഷയങ്ങളിൽ അപേക്ഷാർത്ഥികളുടെ അഭാവത്തിൽ പ്രസ്തുത ഒഴിവ് മറ്റു വിഷയങ്ങളിലേക്ക് മാറ്റി നൽകുന്നതായിരിക്കും. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഇൻക്ലൂഡിംഗ് TC ആൻഡ് കൺസോളിഡേറ്റ് മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഇതര സർവകലാശാല വിദ്യാർത്ഥികൾ നിർബന്ധമായും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് കോളേജുകളിൽ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ സമയം കഴിഞ്ഞ് വരുന്നവരെയും അഡ്മിഷൻ ആവശ്യമായ മതിയായ രേഖകളില്ലാത്ത വിദ്യാർത്ഥികളെയും ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഒന്നിൽ കൂടുതൽ കോളേജുകളിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിലേക്കായി വിദ്യാർത്ഥി സാക്ഷ്യപത്രം നൽകി രക്ഷകർത്താവ് പ്രതിനിധിയുടെ സഹായം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഒഴിവുള്ള സീറ്റുകളുടെ വിവരം മറ്റു വിശദ വിവരങ്ങൾ എന്നിവ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഇന്നത്തെ പ്രസ് റിലീസ് അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. ദെൻ 13 മറ്റും നടക്കുന്ന എക്സാമിനേഷൻ മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള പല കമൻറ്റുകളും കണ്ടു. നിലവിൽ അങ്ങനെയുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നിടത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.